റോമാലേഖനം 8-ാം അധ്യായം 26 പറഞ്ഞിട്ട് 30 വരെ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരനാൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതാണ് ദൈവം നമുക്ക് തരുന്ന വചനം. ഹല്ലേലൂയ. അപ്പം ഇവിടെ 8-ാം അധ്യായം റോമാലേഖനത്തെ 8-ാം അധ്യായം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യായം. ഹല്ലേലൂയ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം വെച്ചാൽ ഒരുപാട് ആത്മാവിന്റെ ഹല്ലേലൂയ നടത്തിപ്പിനെ കുറിച്ചും നമ്മളെ ആരാണെന്നുള്ളതിനെ കുറിച്ചും ദൈവമക്കളായിരിക്കുമ്പോൾ എന്താണ് നമ്മളുടെ പ്രിവിലേജ് ഇതൊക്കെ പറഞ്ഞു വന്ന ഇവിടെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ നയിക്കുന്നെങ്കിൽ നമ്മൾ ജഡത്തിനല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിലാണ് നമുക്കുള്ള ഹല്ലേലൂയ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ എന്ന് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ഹല്ലേലൂയ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ വചനത്തെ വളച്ചൊടിക്കുന്ന ഒരു അധ്യായം കൂടിയത്. കാരണം തുടക്കം തന്നെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. കഴിഞ്ഞത് ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ചെയ്യാനുള്ളതിനും എല്ലാ കർത്താവും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം വചനത്തെ താഴോട്ട് വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ബലഹീനത ഉണ്ടു എന്ന് ദൈവത്തിനറിയാം, ആത്മാവിനും അറിയാം. അല്ലേ? നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബലഹീനത ഉണ്ട് എന്ന് ദൈവത്തിന് നന്നായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം അയച്ചു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ നമുക്കറിയാം യേശു കർത്താവ് ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പക്ഷപാതം ചെയ്യേണ്ടി വരുന്നത്? അല്ലെ, നമുക്ക് കുറവുകൾ സംഭവിക്കും, വീഴ്ചകൾ സംഭവിക്കും, താഴ്ചകൾ വരും, ഹല്ലേലൂയ, ബലഹീനതകൾ വരും. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ച് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മളാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് അയ്യോ ഞാനിത് ചെയ്തു പോയല്ലോ എന്ന് ആലോചിക്കുന്നു. പക്ഷെ ദൈവത്തിന് അറിയാം നേരത്തെ നമ്മൾ വീണു പോകും, അല്ലെ ചെയ്തു പോകും, അല്ലെ ഇത് സംഭവിച്ചു പോകും എന്നറിയാവുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ അതിലേക്ക് വീഴാനായിട്ട് പ്രേരണ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളെ സഹായിക്കും. പ്ലസ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എന്നിട്ട് ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കും എന്തെന്ന് നാം അറിയുന്നില്ല. നമ്മുടെ പ്രശ്നം എന്താ? വേണ്ടും പോലെ പ്രാർത്ഥിക്കുക എന്താന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ചുമ്മാ ഒരിടത്ത് പറഞ്ഞ് നമ്മൾ ചുമ്മാ ജൽപ്പനം ചെയ്യുന്നില്ല. പണ്ടൊക്കെ കത്തോലിക്ക വിശ്വാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് 53 പ്രാവശ്യം 153 പ്രാവശ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഹിന്ദുക്കളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1001 പ്രാവശ്യമൊക്കെ ഒരേ മന്ത്രം തന്നെ ഉരുവിട്ടോണ്ടേയിരിക്കും. അതിനെ പറയുന്നതാണ് ജൽപ്പനം. അതുപോലെ വിശ്വാസികളെ നമ്മളും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ദൈവം പറയും ജൽപ്പനമാണെന്ന് പറയും. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് ചോദിച്ചു തന്നെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥന എന്താണെന്നറിയത്തില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ ഒക്കെ തന്നെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരേ പ്രാർത്ഥിക്കുന്നു. കാരണം എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സഹോദരൻ അദ്ദേഹം ഹല്ലേലൂയ പറഞ്ഞാണ്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നെയാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല. അത് സിസ്റ്റർ അത് നമുക്ക് എങ്ങനെയാണെന്നറിയാം പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എങ്ങനെ മനസ്സിലാകുന്നത്? അപ്പൊ നമ്മളിപ്പോ പായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിരത്തി വെച്ച് പ്രാർത്ഥിക്കും. അപ്പം കർത്താവേ എനിക്കൊരു വീട് തരണമേ, അല്ലെങ്കിൽ ഒരു കാറ് തരണമേ, അല്ലെങ്കിൽ എനിക്ക് അതില്ലാതെ തരണമേ, ഇത് തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവാത്മാവ് പറയുന്നത് ഇവനിപ്പോ വീടിന്റെ ആവശ്യമില്ല, ഇവനിപ്പോ കാറിന്റെ ആവശ്യമില്ല, അല്ല ഇവനിപ്പോ അതിന്റെ ആവശ്യമില്ല,
ഇവൻ വെറ്റ് പല കാര്യങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരണമേ, വചനധ്യാനത്തിൽ വർദ്ധിച്ചു വരണമേ, ഹാലയിൽ പരിശുദ്ധാഭിഷേകത്തിൽ വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ട് അവൻ കൂടുതൽ സമയം ദൈവത്തിന്റെ വചനം വായിക്കേണ്ടതിന് ഉത്തരവ് കൊടുക്കണം. ഇതൊക്കെയായിരിക്കും ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും? ദൈവത്തിന്റെ ആത്മാവ് എന്താ പ്രാർത്ഥിച്ച് അതാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞത് കൂടുതൽ സമയം അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളഞ്ഞാൽ പ്രയോജനമൊന്നുമില്ല. അതിനെക്കാട്ടും നല്ല ആത്മാവിനെ അങ്ങ് പ്രാർത്ഥിക്കാൻ വിട്ടുകൊടുത്താൽ ആത്മാവ് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതപ്രകാരം ആത്മാവ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഹല്ലേലൂയ എന്താ പറയാ, വചനം നമ്മൾ വചനത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ അല്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ എന്തോ ഒരു വചനം ഉണ്ടല്ലോ അവിടെ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അല്ലേ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും ഹല്ലേലൂയ അപേക്ഷിപ്പിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. കാരണം എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്റെ വചനത്തിൽ വസിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇച്ഛ എന്തായിരിക്കും? വചനത്തിനനുസരിച്ച് ഇച്ഛയെ വരുത്തുള്ളൂ. മനസ്സിലായോ? ഒരു വചനം ഉള്ളിലുള്ളവൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം വചനത്തിന്റെ ഹിതപ്രകാരം ചോദിക്കത്തുള്ളൂ. എന്നിട്ട് അടുത്ത പറയുന്ന, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വം, അങ്ങനെ ഞങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. തൊട്ടടുത്ത് അത് അവിടെ പറയും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യം പറയും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത്. എന്താ ഫലം കായ്ക്കുന്നത്? നിങ്ങൾ വസിക്കുന്നത് എവിടെയാ? എന്റെ വചനത്തിൽ വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫലം എന്തായാലും എന്നിൽ എന്ത് ഫലം ഉണ്ട് അതാ നിങ്ങളിലും ഫലം കായ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇച്ഛിക്കുന്നത് ചോദിപ്പിച്ച. അപ്പൊ വചനം വസിക്കുന്നവൻ ഇച്ഛിക്കുന്നത് എന്താന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആ വചനത്തിന്റെ അനുസരിച്ചുള്ളതേ നമ്മൾ ഇച്ഛിക്കത്തുള്ളൂ. പണ്ടൊക്കെ നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് യോഗപരമായ കുറെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷേ വചനം നമ്മൾ വസിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മ നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറി 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 മറ്റു പലതൊക്കെ ആയി മാറി. ഹല്ലേലൂയ അല്ലെ? പണ്ടൊക്കെ ഹല്ലേലൂയ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഒരു സിനിമയൊക്കെ പുതിയതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ കാണുക. ഹല്ലേലൂയ. അപ്പൊ ഫിലിം സ്റ്റാർസിനെയൊക്കെ കാണുന്ന കാര്യമെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അതുപോലെ കളികളൊക്കെ നടക്കുമ്പോൾ, ക്രിക്കറ്റ് മറ്റേതൊക്കെ നടക്കുമ്പോൾ വന്നിരുന്ന് ഹല്ലേലൂയ പറയപ്പോ കാണുക മാത്രമല്ല, ഇന്ത്യ ജയിക്കും, ഇന്ത്യക്ക് ഇത്ര കിട്ടും എന്നൊക്കെ ബെറ്റ് വയ്ക്കുകയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ആമേൻ. പക്ഷെ ഇന്ന് ക്രിക്കറ്റ് എവിടെ നടക്കുന്നത് പോലും അറിയത്തില്ല. അറിയോ? ഇന്ന് ക്രിക്കറ്റ് നമ്മൾ വരുമ്പോഴത്തേന് അത് തപ്പിപ്പിടിച്ച് പോയിരുന്ന് അതിന്റെ മുമ്പിൽ ഇരുന്ന്, അല്ലെങ്കിൽ അത് ഇന്ന ദിവസം ഇന്ന കളി ആൾക്ക് ഇപ്പം ഈ എന്താ പറയാ ഓരോ ടൂർണമെന്റുകൾ നടക്കുമ്പോൾ ഇന്ന ദിവസം ഇന്നാളുടെ കളിയാന്നൊക്കെ പറഞ്ഞ് പല ദേവദാസന്മാരുടെയൊക്കെ സ്റ്റാറ്റസ് ഞാൻ കാണാറുണ്ട്. അതിനകത്തൊക്കെ കിടക്കുന്നത്. പക്ഷേ നമ്മളിതൊന്നും അറിയുന്നില്ല. കാരണം എന്താ പറയട്ടെ, നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, ഇതൊക്കെ അന്വേഷിക്കാത്തന്നെ നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പോഴും ഓരോ സിനിമയൊക്കെ റിലീസ് ആകുമ്പോഴത്തേനും ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഓരോരുത്തർ പറയുന്ന പക്ഷെ നമ്മളിത് അറിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാത്തതിന്റെ കാരണം നമ്മൾ വചനം വരാൻ തുടങ്ങിയപ്പം നമ്മുടെ ഇച്ഛകൾക്ക്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി. പണ്ടൊക്കെ സ്വർണ്ണവിലയൊക്കെ ഒരാവശ്യമില്ല, എല്ലാ ദിവസവും പത്രം എടുക്കുമ്പോൾ നോക്കുക നമ്മുടെ സ്വർണ്ണവില എത്രയായി. പെണ്ണുങ്ങളുടെ എല്ലാ സ്വഭാവം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് പത്രം എടുത്തു കഴിഞ്ഞാൽ സ്വർണ്ണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാവരും പോയി സ്വർണ്ണം വാങ്ങിക്കണമെന്ന് വെച്ചാൽ അല്ല. പക്ഷെ എന്നാലും സ്വർണത്തിന്റെ വിലയൊക്കെ നോക്കും. ഇപ്പൊ ആരെങ്കിലും നോക്കുന്നുണ്ടോ? കാരണം എന്താ? അത് നമ്മുടെ പ്രയോറിറ്റി അല്ല, നമ്മുടെ ആവശ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അന്വേഷിക്കും, എന്താ പറയാ, എവിടെയെങ്കിലും സുവിശേഷ വിരോധികൾ എന്തെങ്കിലും ചർച്ചയൊക്കെ തകർക്കുന്നോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നേരെ ആക്രമണം തിരിച്ചു കിട്ടോ, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഫോക്കസ് പോകും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നോ ആ ഇഷ്ടങ്ങളൊക്കെ മാറി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മൾ വചനം വസിക്കാൻ തുടങ്ങി. വചനം നമ്മൾ വസിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ ഹിതപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹം മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിൽ മാറ്റം വന്നുകൊണ്ട് ഇവിടെ
അവിടെ പറയുന്നത് ദൈവഹിത പ്രകാരം പക്ഷപാതം നമുക്ക് വേണ്ടി പക്ഷപാതം ചെന്നാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാത്ത ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ വെച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയില ആത്മാവ് പ്രാർത്ഥന. ഇപ്പൊ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ അവിടെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ തിരികെ കെട്ടാൻ നോക്കുകയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയല്ല പരിശുദ്ധാത്മാവ്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവികത പക്ഷപാതം ചെയ്യുന്നതിന് ആത്മാവിന്റെ ചിന്തയില്ലെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന അറിയുന്നു. അപ്പം ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്, വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ഹല്ലേലൂയ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ ചിന്തയില്ലെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന അറിയുന്നു. ആമേ. അപ്പൊ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിനറിയാം നമ്മൾ ആത്മാവിന്റെ ചിന്ത എന്താണെന്നറിയാം. അത് ആമേ നമുക്ക് വിശുദ്ധർക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലെ, അടുത്ത പറയുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആർക്കാ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം സ്നേഹിക്കുന്നവർക്കല്ല. മനസ്സിലായോ? അവിടെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? നമുക്കാ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ, ദൈവത്തിന് വില കൊടുക്കുന്നത് എങ്ങനെയാണോ, നമ്മുടെ ഹൃദയത്തിന്റെ പ്രയോറിറ്റി എന്താണോ, അങ്ങനെയുള്ളവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നമ്മൾ നേരത്തെ വിളിച്ചത് ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നവരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്. അല്ലാത്തവരൊക്കെ അപ്പം കിട്ടുമ്പോ വരും, അല്ലാത്തപ്പോ പോകും. അവരപ്പത്തെ സ്നേഹിച്ച് വരുന്നവരാ. ഹല്ലേലൂയ. അവൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണോ നീ? നീ ആ ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ തിന്മയൊന്നും വരുത്തില്ല. ശത്രു എന്തെങ്കിലും തിന്മയ്ക്കായി കൊണ്ടുവന്നാലും അതിനെ ദൈവം നന്മയാക്കി മാറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗമാകട്ടെ, ഭാരമാകട്ടെ, ഒരു എന്ത് പ്രശ്നമാകട്ടെ, അത് തിന്മയ്ക്കായിട്ട് ശത്രു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാ, പല ആൾക്കാരുടെ ജീവിതത്തിൽ നന്മ വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാ അവര് ദൈവത്തെ ആണോ സ്നേഹിക്കുന്നതെന്ന് ഒന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ്. എന്റെ കർത്താവ്, നമ്മൾ പാടുമ്പോ പലപ്പോഴും പറയും സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ എന്ന് പാടും. ഹല്ലേലൂയ. പക്ഷേ ഇത് യഥാർത്ഥമായിട്ട് ആ ദൈവത്തെ സ്നേഹിക്കുകയാണ്. എന്ന് സാറാമോസ് പാടി പറഞ്ഞ അശൂരിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. അവൻ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ സഹായിക്കുന്ന യേശുവിനെ കുറിച്ച് അവർ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഹല്ലേലൂയ ആമേൻ, അവർ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. പഴയ നിയമത്തെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം പലർക്കും വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഇടിമുഴക്കം ഉണ്ടാക്കി ശത്രുക്കളെ ഭയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അമ്മ മഴ പെയ്ച്ച് ഹല്ലേലൂയ രഥങ്ങളെയൊക്കെ ഇതാക്കുന്നു. അങ്ങനെ പലയിടത്തും ദൈവം ഹല്ലേലൂയ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പിച്ചത് കാണാം. അപ്പൊ ആ ദൈവം ഹല്ലേലൂയ ആ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ കാരണം നമ്മുടെ ദൈവം അതുപോലെ തന്നെയാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ, ദൈവം പറഞ്ഞ വചനം പോലെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിലാണ് പ്രയോറിറ്റി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സകല നന്മയ്ക്കായിട്ട് വരും. എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ദൈവം നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പൊ ആ നന്മയ്ക്കാക്കി മാറ്റും. നമ്മളുടെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമല്ല, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ മതി. ഇത് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാന്നറിയാമോ? സാറാമോസ് ദൈവത്തെ സ്നേഹിക്കുന്നത് എനിക്കറിയത്തില്ല. സാറാമോസ് നല്ലോണം പ്രാർത്ഥിക്കും, വചനം വായിക്കും, ചർച്ചയിൽ പോവും, ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇതെല്ലാം ചെയ്യുമ്പോഴും ഇത് ദൈവത്തെ സ്നേഹിച്ചിട്ടാണോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഹൃദയം ആരെങ്കിലിരിക്കുക ദൈവത്തിനായിരിക്കും. അപ്പൊ ദൈവത്തിനറിയാം ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണ്, എന്തിനെയാണ്.
ഹല്ലേലൂയ. ആ ദൈവം അങ്ങനെ ദൈവത്തിന് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലിരിക്കുമ്പം ദൈവം ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർത്ത് കളയാനായിട്ട് പിശാച് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഒതുക്കി കളയാണ്ട് നോക്കുമ്പോൾ, പലതും നമ്മുടെ ജീവിതത്തിൽ നന്മകളൊക്കെ എടുത്തു മാറ്റുമ്പോൾ, ഹല്ലേലൂയ, സകല വാതിലും അടച്ചു വെക്കുമ്പോഴും ദൈവം അനുവദിച്ചു കൊടുക്കും. പക്ഷെ എന്താണെന്നറിയാ, ദൈവം അനുവദിച്ചു കൊടുക്കും. ദൈവം പറയും ഇതെല്ലാം ഇവൻ ചെയ്യുമ്പം ഇതിനെ ഞാനൊരു ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ടുള്ള ഒരു വലിയ ഡെലിവറൻസ് ആക്കി ദൈവം മാറ്റും. പലരുടെയും ജീവിതത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാലലിയ. അപ്പൊ ഹാലലിയ, യേശുകർത്താവിന്റെ കല്ലറയെ നമുക്കറിയാം, അടച്ചുറപ്പാക്കി എല്ലാം ചെയ്തു വെച്ചു. പക്ഷേല് ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി ദൈവം. കാരണം എന്താ, ദൈവത്തെ നമ്മുടെ യെശയ്യാ പുസ്തകത്തിൽ 42 അധ്യായം ഒന്നെടുക്കും സിസ്റ്ററെ. വായിക്കും ഒന്ന് തുടങ്ങിയിട്ടൊന്ന്. 42:1 തൊട്ട്. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിന്റെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് 6-ാം വാക്യം കൂടെ 6-7 വായിച്ചു. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ട്രയിൽ നിന്നും അന്ധകാരത്തിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നേ, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. നമുക്കറിയാം യേശുകർത്താവിനെ കുറിച്ചുള്ള പ്രവചനം തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. അപ്പം ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കുന്ന വൃതൻ, അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുകർത്താവിനെ കുറിച്ചാണെങ്കിലും ഇന്ന് യേശുകർത്താവിന്റെ മേൽ ദൈവം പകർന്ന് അതേ ആത്മാവിനെ പകർന്ന് യേശുകർത്താവിന്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും നിർത്തിയിരിക്കുമ്പോൾ ആ ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ മേൽ വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നവരൊക്കെ ഹല്ലേലൂയ എന്തായിരിക്കണമെന്നാ? ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കുന്ന വൃതന്മാരായിരിക്കണം. ഹല്ലേലൂയ. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ച ഉണ്ടാക്കില്ല, തെരുവീതിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. ചതഞ്ഞോട് അവൻ ഒടിച്ചു കളയത്തില്ല. ഹല്ലേലൂയ. പുകയുന്ന തിരിയെ കെടുത്തി കളയുകയില്ല. ഹല്ലേലൂയ. അവിടെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പ്രശ്നത്തിൽ പെട്ട് ഇച്ചിരി നാശത്തിലായി കിടക്കുന്നവരെ കണ്ട് ചവിട്ടി കൂട്ടി അതിനകത്തേക്ക് ഒന്നുകൂടെ താഴ്ത്തി കളയത്തില്ല. ഹല്ലേലൂയ. അല്പജീവൻ ബാക്കിയുള്ളവരെ പോയിട്ട് ബാക്കികളെ കൊന്നു കളയത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ പറയുന്നത് എന്നിട്ട് അടുത്ത അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും സത്യത്തോടെ, ന്യായത്തോടെ, നീതിയോടെ ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാ. അടുത്ത ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും. അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. ഹല്ലേലൂയ. അവന്റെ ഉപദേശ ദീപുകൾക്ക് ആകാശ സൃഷ്ടി ഭൂമി. ഈ ഭാഗം പറയുമ്പോൾ കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഇപ്പൊ അതിലേക്ക് പോയി നമ്മുടെ സമയം പോകും. അതുകൊണ്ട് അതിലേക്ക് അപ്പൊ ഇവിടെ ആകാശ സൃഷ്ടി വിളിക്കുക. എന്നിട്ട് പറയുന്ന കുരുട്ടിക്കണ്ണെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടയെന്ന് അന്ധകാരത്ത് ഇരിക്കുന്ന കാരാഗ്രഹത്ത് വിടിപ്പാനും യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും വിളിച്ച എന്തിനാ? ഹല്ലേലൂയ. രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, പിന്നെ വല്ലതും കഴിക്കുക, പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഇതിനാണ് വിളിച്ചത്? അല്ല. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ട്രയിൽ നിന്ന് അന്ധകാരത്തിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ വിടുവിപ്പാനും യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് നീ പേടിക്കൊന്നും വേണ്ട, കാരണം ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. നമ്മളെ കരം പിടിച്ച് കാക്കുന്ന ദൈവം പറയാ, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശമാക്കുന്നു. അപ്പൊ ജനത്തിന് നിയമം, നീ പറയുന്നതായിരിക്കും നിയമം. ഹല്ലേലൂയ. കാരണം അപ്പൊ നീ പറയുന്ന നിയമം എന്താ? നീ പറയുന്ന നിയമം സത്യത്തിൽ നിന്നായിരിക്കും നീ പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്നായിരിക്കും പറയുന്നത്.
ജാതികൾക്ക് നിന്നെ പ്രകാശമാക്കി, ഇരുട്ടിൽ കിടക്കുന്നവരുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ ഒരു പ്രകാശമാക്കി ഹാലയില് അയക്കുകയാണ്. ഹാലയിൽ അപ്പൊ ജാതികള് ഇരുട്ടിലെ ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിച്ചം വ്യാപരിക്കണം. ഇവിടെ പറഞ്ഞേക്കുന്ന വാക്യം തുടങ്ങുമ്പോൾ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ വൃദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. നമ്മൾ വായിച്ച വചനത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട് സകലവും നന്മയ്ക്കായി കൂടി. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന ദൈവജനം നമ്മളെ പഠിപ്പിക്കും. അതിന്റെ അടുത്ത വാക്യം പറയുന്നത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാർ ആദിജാതനാണ്ട് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പൊ മുൻ അറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുക. യാദൃച്ഛ്യ ഒരു 30 വയസ്സായപ്പം അല്ലെ 35 വയസ്സായപ്പം ആരോ പറഞ്ഞിട്ട് ഒരു സഭയിലേക്ക് കടന്നുപോയി. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്, നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരൻ ആദിജാതൻ അങ്ങനെ അവന്റെ സ്വരൂപത്തെ അനുരൂപൻ മുൻ നിയമിച്ചു. അപ്പൊ അവിടെ മുന്നറിഞ്ഞവരെയാണ്, മുൻ നിയമിച്ചിരിക്കുന്നവരെയാണ് ദൈവം വിളിച്ചേക്കുന്നത്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാകാനെ വിളിച്ചേക്കുന്നത്. ചുമ്മാ വന്നിട്ട് നമ്മൾ നമ്മുടെ സ്വരൂപത്തിൽ തന്നെ ഇരിക്കാനായിട്ടല്ല. പണ്ട് നമ്മൾ എന്തായിരുന്നു, ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ്. പണ്ടത്തെ സ്വയം എന്താ ചില ദൈവദാസന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, എനിക്കിപ്പോഴും എൻ്റെ കൈയൊക്കെ, ഷർട്ടിന്റെ കൈയൊക്കെ ചുരുട്ടിക്കയറ്റി വെക്കാൻ അറിയാം, മുണ്ടൊക്കെ മടക്കി കുത്താൻ അറിയാം. എന്താ അത് പഴയ സ്വഭാവമാ. ഹല്ലേലൂയ, അതിപ്പോഴും പോയിട്ടില്ല. അതിനല്ല ദൈവം വിളിച്ചേക്കുന്നത്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് പറയാം, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇപ്പൊ മുൻ നിയമിച്ചിരിക്കുന്നവരെ വിളിച്ചത്, വിളിച്ചവരെ ദൈവം നീതീകരിച്ചിട്ട് നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ആമീൻ. അവിടെ ഞാൻ ഇന്നലെ തുടങ്ങിയിട്ട് ഇന്നലെ കൊരിന്ത്യർ ലേഖനം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് മലയുടെ ഉള്ളിൽ കിടക്കുന്ന അവിടെ ഒരു വാക്യം നമ്മളോട് പറയുന്നത്, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട്. അവിടെ എഴുതിയേക്കുന്നത് കൃത്യമായിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കെന്നാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നല്ല. ഹല്ലേലൂയ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അല്ല ദൈവം സ്നേഹിക്കുന്നവർക്ക് നല്ല, ദൈവത്തെ സ്നേഹിക്കും. ഇവിടെ പറഞ്ഞേക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന, അവിടെയും പറഞ്ഞേക്കുന്നേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെയാ. അല്ലേ? അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടെ അങ്ങനെ തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഈ വാക്യമൊക്കെ പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും, നമ്മൾ ഇതൊക്കെ ഡിക്ലെയർ ചെയ്യും. നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചില സമയത്തൊക്കെ ദൈവം നമ്മളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു കൊടുക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയത്തേ, പണ്ടെപ്പോഴും പറയുന്നത് യേശുവിനെ കാണണം, യേശുവിനെ കാണണം, ഈ ഒരു ചിന്ത മാത്രം എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ പാടിക്കൊണ്ടുണ്ടെങ്കിൽ യേശുവിനെ കാണും. എനിക്ക് യേശുവിൻ്റെ പാട്ടുണ്ടല്ലോ, ഹല്ലേലൂയ, യേശുവിനെ കാണും. പക്ഷെ കുറെ നാളുകളായിട്ട് ഇപ്പൊ അത് പറയാറേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ മാറ്റിമറിച്ചപ്പോൾ ഈ ആഗ്രഹമൊക്കെ നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ എന്നിട്ട് പറയും, കർത്താവേ ചിലപ്പോൾ എനിക്ക് യോഗ്യത ഇല്ലായിരിക്കും കാണാനായിട്ട്, അതുകൊണ്ടായിരിക്കും വരാറ്. ഇതിലെ നമ്മളങ്ങ് സമാധാനിച്ചു. പക്ഷെ ദൈവം ഇടയ്ക്ക് ഈ ചോദ്യം ഇങ്ങോട്ട്, നീ എന്താ ഇപ്പൊ അത് പറയാത്തത് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലൊരു പിടച്ചിൽ വരും. കാരണം എന്താ പറയട്ടെ, നമ്മൾ മറന്നു, അത് ആഗ്രഹം മറന്നു, ഇഷ്ടം മറന്നു, നമ്മുടെ ഇച്ഛ മറന്നു. ദൈവം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? കാരണം നമ്മളതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരാളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, ആരെയും അദ്ദേഹത്തെ അവസരം കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കല്ലേ? അത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ, പണ്ടൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലുള്ള സ്ത്രീകളോട് ചോദിച്ചറിയാം, അവരിങ്ങനെ കാത്തിരിക്കുക എന്താ ഒരു കത്ത് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇല്ല അവർ വരുന്നത് കാണാം. അപ്പൊ അങ്ങനെയൊക്കെ എന്താ അവരെ സ്നേഹിക്കുന്നവരാ. നമ്മുടെ കർത്താവ് വരും നമ്മളെ കൊണ്ടുവരണം, അത് ഉറപ്പാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും എൻ്റെ കർത്താവിനൊന്ന് കാണണം, എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞ് തീഷ്ണയുടെ ഇപ്പൊ നമ്മൾ ആത്മാവിനെ പ്രാപിക്കാനായിട്ട് ചില ആൾക്കാർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കടന്ന് അത് ചോദിക്കാണ്. അതുപോലെ കർത്താവിനെ കാണണം കേൾക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ കാണണമെന്ന് പറയും.
ഹാലേലിയ. കർത്താവെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഹാലേലിയ. അപ്പൊ എനിക്ക് നീയുമായിട്ട് ഒരു എൻകൗണ്ടർ വേണം. ഹാലേലിയ. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഹാലേലിയ കറക്റ്റ് നല്ലൊരു എൻകൗണ്ടർ വേണം. എനിക്ക് സ്വർഗീയ ദൂതന്മാരുമായിട്ട് ഒരു എൻകൗണ്ടർ വേണം. എനിക്ക് എന്റെ കർത്താവായിട്ട് എൻകൗണ്ടർ. ഇതൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാ? നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വലിയ ആളാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതാകാൻ വേണ്ടിയിട്ടല്ല. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അറിയാം. അല്ലെ, അവനെ ഒന്ന് യഥാർത്ഥമായിട്ട് രുചിച്ചറിയുക. കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ അങ്ങനെ ആ പാട്ട് പാടിയപ്പോഴത്തേന് രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാതിരിവാൻ എന്നുള്ള പാട്ട് സഭയിൽ പാടിയപ്പോൾ ഈ പാട്ട് പാടിയതും എന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. പരിശുദ്ധ എനിക്ക് സാന്നിധ്യം വന്നതിന് പിന്നെ എന്റെ കണ്ണി നിറഞ്ഞു. ആൾക്കാർ കാണുന്നുണ്ടോ, അവരെന്ത് വിചാരിക്കുന്നു നമുക്ക് വിഷയമല്ല, നമ്മൾ കരയും. അത് അപ്പൊ ഇവിടെ അതെന്താന്ന് വെച്ചാൽ അവനെ രുചിച്ചു നോക്കിയവർ, യഥാർത്ഥമായി രുചിച്ചു നോക്കിയവർക്കറിയാം അവൻ തേനിലും മധുരമാണെന്നറിയാം. അല്ലേ? ആ രുചിച്ചു നോക്കുന്നവർ, ആ രുചി അറിയുന്നവർ ഹല്ലേലൂയ വീണ്ടും അവനെ രുചിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അത് നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ അറിയണം യേശു ആരാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണം യേശു ആരാണ്. അവന്റെ സ്നേഹം എത്രയാന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തെ വിട്ട് എന്തൊക്കെ തരാമെന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഹാലലിയ. ആ സ്നേഹം നമ്മളെ വല്ലാതെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് പറയാം, അങ്ങനെയുള്ളവർ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതാരായിരിക്കും നിർണയിപ്പ്. നമ്മൾ വെറുതെ വിളിച്ചൊന്നുമല്ല, മുൻ നിശ്ചയിച്ച്, മുന്നറിഞ്ഞ്, മുൻ നിർണയിച്ച് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്ന ഒരുക്കിയിട്ടുള്ളത് ശരിയാ. ചിലപ്പോ നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പാസ പുസ്തകം വെച്ച് പറഞ്ഞ്, ദൈവം ചില സമയത്ത് അനുഗ്രഹിച്ച് ഞെട്ടിക്കുന്ന ദൈവം. അനുഗ്രഹിച്ച് ഞെട്ടിക്കും. എങ്ങനെയാ? നമുക്കറിയാം, പത്രോസിന്റെ പടകിനെ നിറച്ച് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം. ആദ്യം വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമല്ല, തള്ളിപ്പറഞ്ഞ് പ്രാഗിയാണിയിട്ടും മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അന്നേരം അനുഗ്രഹിച്ചെന്താ? പടകിനെ നിറച്ച് അനുഗ്രഹിച്ച് ഞെട്ടിച്ചു. ആ അനുഗ്രഹം വന്നപ്പം പത്രോസിനകത്ത് അത് കണ്ട സന്തോഷമല്ല. ആദ്യത്തെ അനുഗ്രഹം വന്ന പത്രോസ് മുട്ടുകുത്തി പറഞ്ഞത്, കർത്താവെ, ഞാൻ പാപി, എന്നെ വിട്ടു പൊക്കോണേ. ആ അനുഗ്രഹം കണ്ടപ്പോൾ പത്രോസ് അവന്റെ കുറവില്ല തിരിച്ചറിയ ചെയ്ത്. ഇന്ന് ദൈവം എന്തെങ്കിലും നന്മ കൊടുക്കുമ്പോൾ അതും കയറി പിടിച്ച് പിന്നെ അതിനകത്ത് അങ്ങ് പോവുകയല്ല ചെയ്തത്. നമ്മൾ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിയാത്ത വഴികൾ തുറന്നു തരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുന്നവരാകണം. ദൈവത്തോട് കർത്താവ് എനിക്കിതിന് യോഗ്യതയില്ല, എങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ നന്ദിയുള്ളവരാകണം. പത്രോസ് അങ്ങനെ ചെയ്ത അനുഗ്രഹിച്ച് ഞെട്ടിച്ച് ദൈവം. പലയിടങ്ങളിൽ നമുക്ക് കാണാം. പലരെ കുറിച്ച് അതൊക്കെ അറിയാം. അങ്ങ് ഒറ്റ ദിവസം കൊണ്ട് ചരിത്രം മാറി. അവരുടെ ജീവിതം മാറി. ആമേൻ. കാരാഗൃഹത്തിൽ കടന്നവർ സിംഹാസനത്തിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഞെട്ടിക്കുന്ന ദൈവമാണ്. അനുഗ്രഹം നമുക്കുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പ്രോസ്പെരിറ്റി നമുക്കുണ്ട്. സമൃദ്ധി ഉണ്ടോ? ഉണ്ട്. ഇത് ആർക്ക് വരുമെന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം. ചുമ്മാ ട്രിക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് യേശുവിനെ കൂടെ പോയാല് രോഗം മാറും, ഭാരം മാറും, കടഭാരം മാറും, ഇത് മാറും, അത് മാറി എന്ന് പറഞ്ഞു പോകുന്നവർക്ക് എന്ത് നോക്കിയിട്ടാ ചെല്ലുന്ന ദൈവത്തിനറിയാം. യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടാണോ നീ അവനെ സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തെ ഒരു തിന്മയും നിന്റെ ജീവിതത്തെ കളയത്തില്ല. എന്തെങ്കിലും ശത്രു കൊണ്ടുവന്നാലും അതിനെല്ലാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്ന വചനത്തിൽ പറഞ്ഞ പോലെ അത് സകല നന്മയ്ക്കായി തന്നെ വ്യാപരിക്കും. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്ര. ഗോഡ് ബ്ലെസ് യു.